അത്ഭുതങ്ങളെ കാണിക്കുന്നവരുടെ പിറകെ പോകണ്ട. അതേ രോഗത്തിന് പെട്ടെന്ന് ശിഫ കിട്ടി, അത്ഭുതം കണ്ടിട്ട് അയാൾ വലിയാണെന്ന് തീരുമാനിക്കണ്ട. ശരീഅത്തിന്റെ നിയമം പാലിക്കാത്തൊരു മനുഷ്യനും അവന് വലിയാകാൻ കഴിയൂല. ഇസ്തിഖാമത്തില്ലാത്തവന് വലിയാകാൻ കഴിയൂല. ത്വരീഖത്തിന്റെ ആളാണ്. ഞങ്ങളെ ശൈഖ് പറഞ്ഞതാണ് ഇസ്ലാം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച സർവ്വഗുരുനാഥന്മാരെയും തള്ളിപ്പറഞ്ഞ് സ്റ്റേജാന്തരം കാണുന്ന ആലിമീങ്ങളെ മുഴുവൻ തെറി പറഞ്ഞ് നടക്കുന്നത് അത് ഇസ്തിഖാമത്തല്ല. അൽ ഇസ്തിഖാമത്തു, ആ ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല എന്താണോ കൽപ്പിച്ചത് അത് ജീവിതത്തിൽ പകർത്തലാണ്. ഗീബത്ത് പറയൽ അല്ലാഹ് കൽപ്പിച്ചതല്ല, ആലിമീങ്ങളെ തെറി പറയൽ അല്ലാഹ് കൽപ്പിച്ചതല്ല. പോകട്ടെ, ആലിമല്ല, ഉസ്താദല്ല, ഒരു സാധാരണക്കാരനെ ചീത്ത പറയാൻ പാടുണ്ടോ? ഒരു സാധാരണക്കാരനെ മൈക്ക് കെട്ടി നിസാരപ്പെടുത്താൻ പാടുണ്ടോ? അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന മോമിനിങ്ങളെ, എന്റെ ഉമ്മമാരെ, നമ്മുടെ ആലിമീങ്ങളെ, അത് ഏത് പണ്ഡിതനായാലും ഏത് സയ്യിദായാലും സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെയും അതിന് നേതൃത്വം കൊടുക്കുന്ന സാദാത്യങ്ങളെയും അവഹേളിക്കുന്ന പ്രസംഗങ്ങളോ അവരെ നിസാരപ്പെടുത്തുന്ന പ്രസംഗങ്ങളോ നിങ്ങളുടെ വാട്സപ്പിൽ വന്നാൽ അത് കേട്ട് നിങ്ങളുടെ ഈമാന് നഷ്ടപ്പെടുത്തല്ലേ, നിങ്ങളുടെ അമലുകൾ ബാത്തിലാക്കി കളയല്ലേ. ഗീബത്ത് പറയൽ മാത്രമല്ല കുറ്റം, അത് കേൾക്കലും കുറ്റമാണ്, അത് ഷെയർ ചെയ്യലും കുറ്റമാണ്. ഇസ്തിഖാമത്താണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു